السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم ونعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب يسر ولا تعسر وتمم بالخير. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم نور قلوبنا بنور القرآن. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുർആനിലെ 99-ാമത്തെ അധ്യായം സൂറത്തുൽ സൽസലയാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യമായിട്ട് സൂറത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 8 ആയാത്തുകളാണുള്ളത്. അതുപോലെ തന്നെ 35 വാക്കുകളും 140 ഹുറൂഫുകളുമാണ് ഈ ഒരു സൂറയ്ക്കുള്ളത്. ഈ സൂറ മക്കിയാണോ മദനിയാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മദനി സൂറ എന്ന് പറയുന്നവർ പറയുന്നത് സൂറത്തുൽ നിസാഇന് ശേഷമാണ് ഈ സൂറ അവതരിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു അലം. ഖുർആനിൽ സൂറത്തുൽ ബയ്യിനയ്ക്ക് ശേഷമാണ് ഈ ഒരു സൂറത്ത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൂറത്തിൻ്റെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആഖിറത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ. അതായത് അന്ത്യദിവസം എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നത് എന്നൊക്കെ പറയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ സൽസല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പ്രവർത്തികളുടെ ഇമ്പോർട്ടൻസ്, നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവർത്തിക്കും എത്രമാത്രം വാല്യൂ ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ അതിനൊക്കെ മുമ്പായിട്ട് നമുക്ക് ഏറ്റവും ഫസ്റ്റ് എപ്പോഴാണ് ഈ ഒരു സൽസല സംഭവിക്കുന്നത്? സൽസല എന്ന് പറഞ്ഞാൽ പ്രകമ്പനം എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത്. എപ്പോഴാണ് ഈ അള്ളാഹു പറഞ്ഞിട്ടുള്ള ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന് പറഞ്ഞത് നോക്കാം. അപ്പം നമുക്കറിയാം ഖിയാമത്ത് നാളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്കറിയാം ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായിട്ട് ഒരുപാട് അടയാളങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. മേജറായിട്ടും മൈനറായിട്ടും ഒരുപാട് സയൻസ് ഉണ്ട് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണെന്ന് പറഞ്ഞിട്ട്. നമ്മൾക്ക് തന്നെ അറിയാം, നമ്മൾ പലതൊക്കെ കാണുമ്പോൾ ഖിയാമത്ത് നാൾ അടുത്തുനിന്ന് കാണിക്കുന്ന അടയാളമാണ് ഇത് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതിൽ മേജറായിട്ട് വരുന്ന അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ ഇമാം മഹ്ദി അദ്ദേഹം ഭൂമിയിലേക്ക് വരുന്നത് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ദജ്ജാൽ വരുന്നത്, അതിനുശേഷം ഈസ അലൈഹിസ്സലാം വരികയും അങ്ങനെ ദജ്ജാലിനെ വധിക്കുന്നതും, അതിനുശേഷം യഅജൂജ് മഅജൂജ് വരുന്നുണ്ട്. അങ്ങനെ ഭൂമിയിൽ ആകെ നാശം, അതുപോലെ തന്നെ കറപ്ഷൻസൊക്കെ ഈ യഅജൂജ് മഅജൂജ് നടത്തും. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഒന്നായിട്ട് തുടച്ചു നീക്കും. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം നമുക്കൊക്കെ വിഷമകരമായിട്ടുള്ള കഅബ നഷ്ടപ്പെട്ടു, കഅബ ഡിസ്ട്രോയ് ചെയ്യും. അതിനുശേഷം അന്തരീക്ഷത്തിലാകെ ഭയങ്കര എന്താണ് പറയുക, പുക, അതായത് തിക്ക് സ്മോക്ക്, ആകെ ഭൂമി ഒന്നായിട്ട് അന്തരീക്ഷം ഒന്നായിട്ട് കവർ ചെയ്യപ്പെടും. അതിനുശേഷം പിന്നെ സൂര്യന് വെസ്റ്റിൽ പടിഞ്ഞാറിൽ ഉദിക്കുന്നതും, പിന്നെ അതിനുശേഷം ഭൂമിയിൽ ഒരു ബീസ്റ്റ് എന്ന് പറഞ്ഞാൽ ദാബ, അതായത് എന്താണ് ഈ കാട്ടിൽ നിന്നുള്ളൊരു വന്യമൃഗം എന്താണ് വരികയും അങ്ങനെ ഓരോ സത്യനിഷേധികളുടെ നെറ്റിയിലും എന്താണ് സ്റ്റാമ്പ് ചെയ്യപ്പെടും. ഇത് ഡിസ്ബിലീവറാണ് അല്ലെങ്കിൽ സത്യനിഷേധിയാണ് എന്ന് സ്റ്റാമ്പ് ചെയ്യപ്പെടും. അങ്ങനെ ഓരോരോ സയൻസുകളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ അതുപോലെ തന്നെ പിന്നെ യമനിൽ എന്താണ് പറയുക, തീ കത്തുകയും അങ്ങനെ എല്ലാ ആളുകളും അർദുൽ മഹ്ശർ എന്ന് അറിയപ്പെടുന്ന ഷാമിലേക്ക് എല്ലാ ആളുകളെയും കൂട്ടപ്പെടുകയും ചെയ്യും. ഇതാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആളുകൾ അവിടെ കുറേ വർഷക്കാലം ജീവിക്കുകയും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തണുത്ത കാറ്റ് അയക്കുകയും അങ്ങനെ ആ കാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് വരെ അടിക്കുന്ന അത്രയ്ക്കും ശക്തമായിട്ടുള്ള തണുത്ത കാറ്റായിരിക്കും. അങ്ങനെ ആ കാറ്റ് എല്ലാ വിശ്വാസികളെയും ഈ ഭൂമിയിൽ നിന്നും എന്താണ് തുടച്ചു നീക്കും. അങ്ങനെ ഈ ഭൂമിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ഒരാൾ പോലും ബാക്കിയില്ലാത്ത വിധം, ഒരു മുസ്ലിമും ഇല്ലാത്ത അവസ്ഥ. അങ്ങനെ നന്മ എന്താണ് തിന്മ എന്താണെന്നും അറിയാതെ മുഴുവനായിട്ടും തിന്മയിൽ കുളിച്ചിരിക്കുന്ന ആളുകളായിരിക്കും പിന്നീട് ഭൂമിയിലുണ്ടാകുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെ ശൈത്താൻ അവരിലേക്ക് വരികയും എന്നിട്ട് ചോദിക്കും, നിങ്ങളെൻ്റെ വിളി കേട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, എന്താണ് നീ കമാൻഡ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ശൈത്താൻ പറയും, നിങ്ങൾ ബിംബങ്ങളെ ആരാധിക്കും, അതുപോലെ തന്നെ എന്താണ് പറയുക തിന്മകൾ ചെയ്യ് എന്നൊക്കെ ശൈത്താന് ഇവരോട് പറയും. അങ്ങനെ അവരൊന്നായിട്ടും ആകെ എന്താണ് പറയുക നിഷേധത്തിലും കുഫറിലും ഒന്നായിട്ട് മുഴുകി ജീവിക്കുകയായിരിക്കും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പക്ഷെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല
എന്താണ് പറയാ, അനുഗ്രഹങ്ങളൊക്കെ നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അറിയുന്നില്ല ഈ അള്ളാഹുവിനെയാണ് അവർ ആരാധിക്കേണ്ടത് എന്നൊന്നും അറിയാതെ അശ്രദ്ധയിലായിട്ട് വിവരമില്ലാത്ത അവസ്ഥയിലാണ് ആ സമയത്ത് ആളുകൾ ജീവിച്ചു പോവുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അങ്ങനെ ഈ ഒരു സമയത്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ജൽസല സംഭവിക്കാൻ വരുന്നത്. അതിനു മുമ്പായിട്ട് എന്താ സംഭവിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു തആല പെട്ടെന്ന് ഇസ്രാഫിൽ അലൈഹിസ്സലാമിനോട് കാഹളത്തിലൂടെ ഊതാൻ പറയും. സുബ്ഹാനല്ലാഹ്. നഫ്ഖത്തുൽ ഊല എന്ന് പറയുന്ന ഏറ്റവും ആദ്യത്തെ ആ ഒരു ബ്ലോ, അത് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. രണ്ട് അഭിപ്രായമുണ്ട്, മൂന്ന് നഫ്ഖയാണോ അതോ രണ്ട് നഫ്ഖയാണോ എന്നുള്ളത്. എന്തായാലും അത് കേൾക്കുമ്പോൾ ആളുകളൊക്കെ പേടിക്കാൻ തുടങ്ങും. അവരങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടോ ഓടേണ്ട എന്നുള്ള രീതിയിൽ ആകെ പേടിക്കുന്ന ഒരവസ്ഥയാണ്. ആ സമയം എപ്പോഴാണ് നടക്കുന്നത് പറഞ്ഞാൽ വളരെ നമ്മൾ നോർമലായിട്ട് ജീവിക്കുന്ന ഒരു സമയത്താണ് ആ ഒച്ച കേൾക്കുന്നത്. അതായത് നമ്മളിപ്പോൾ നല്ല കാമായിട്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു, പെട്ടെന്ന് ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ആകെ ടെൻഷനാവും അല്ലേ. നമ്മൾ ചെറിയ രണ്ട് വണ്ടികൾ ക്ലാഷ് ചെയ്താൽ തന്നെ നമ്മൾ ചെറുതിൽ കാര്യമായാലും പറഞ്ഞു, ജസ്റ്റ് ക്ലാഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊന്ന് ബേജാറാവാനുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, എന്താണ് എല്ലാതും കൂട്ടിമുട്ടാൻ പോകുന്ന ഒരവസ്ഥയാണ്. ഇതിന് മുമ്പായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു ഊത്ത് ഊതുന്നത്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, ഇത് ഫസ്റ്റ് കേൾക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒട്ടകങ്ങളെയും കൊണ്ട് എന്താ പറയുക, ഗ്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരിക്കും, വെള്ളം കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരിക്കും. ആ സമയത്താണ് ഈ ഒരു കാഹളത്തിൻ്റെ ഊത്ത് വരുന്നതെന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഒരാൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വായിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഈ ഒരു സൗണ്ട് കേൾക്കുന്നത്. അയാൾ അവിടെ ഇരിക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ ഗാഷിയ എന്ന് കേട്ടിട്ടുണ്ടല്ലേ? ഗാഷിയ എന്ന് പറഞ്ഞാൽ മൂടപ്പെട്ടത്. അതായത് ഇത് എപ്പോഴാണ് നമുക്ക് ആർക്കും അറിയുന്നില്ല, പെട്ടെന്നാണ് ഈ ഒരു സംഭവം വരുന്നത്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ആളുകൾ ആ സമയം, അതായത് എന്താണ് ചെയ്യുന്നത് മറന്നിട്ട് പിന്നൊരു ബേജാറാവാനുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു നഫ്ഖത്തുൽ ഊല ആയിട്ട് നമ്മളടുത്ത് അറിയിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പീപ്പിളൊക്കെ ആളുകളൊക്കെ ആകെ ബേജാറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ട് ഓടേണ്ടതെന്ന് അറിയാണ്ട് അങ്ങനെ ഓടും. അങ്ങനെ എന്താണ് പറയുക, അവസാനം വീണ്ടും നമ്മളുടെ ഇസ്രാഫിൽ അലൈഹിസ്സലാം വീണ്ടും ഒരു നഫ്ഖ ചെയ്യുന്നുണ്ട്. ആ ഒരു ബ്ലോയിൽ എല്ലാ ആളുകളും മരണപ്പെട്ടു പോകും. എല്ലാവരും മരിക്കും. ഇവൻ അവസാനം അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്രാഫിൽ അലൈഹിസ്സലാമിനെയും അല്ലാഹു സുബ്ഹാനഹു വതആല മരിപ്പിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ. ഇതൊക്കെ നമ്മൾ കേട്ട ആയത്താണ് അല്ലേ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കും. അങ്ങനെ ആ മഴ ഭൂമിൻ്റെ ഉള്ളിലേക്ക്, അള്ളാഹുവിൻ്റെ അർശിൽ നിന്നാണ് കേട്ടോ മഴ വരുന്നത്. അങ്ങനെ മഴ വർഷിപ്പിച്ചിട്ട് അത് ഭൂമിൻ്റെ ഉള്ളിലേക്ക് പോകും. അങ്ങനെ നമ്മൾക്കൊക്കെ ഒരു ടെയിൽ ബോൺ എന്ന് പറഞ്ഞിട്ടൊരു ബോണുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ നിന്നാണ് നമ്മൾ വീണ്ടും റീക്രിയേഷൻ നടത്തുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അതിൽ നിന്ന് നമ്മളുടെ ബോഡിയൊക്കെ വീണ്ടും നമ്മളുടെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവരപ്പെടും. എന്നിട്ട് ഇതിൽ പറയുന്നുണ്ട്, അതായത് ഈ ഒരു ടൈം ഗ്യാപ്പ്, അതായത് 40 എന്ന് പറയുന്നുണ്ട്. ഈ പീരിയഡ് 40 പറയുന്നുണ്ട്. പക്ഷെ ആ 40 എന്താ നമുക്ക് കറക്റ്റ് അറിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ 40 ദിവസമാണെന്നോ 40 വർഷമാണെന്നോ 40 യുഗങ്ങളാണെന്നോ ഒന്നും പറഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് പീരിയഡ് 40 എന്ന് മാത്രമേ അറിയുള്ളൂ. എന്നിട്ട് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിന് ലൈഫ് കൊടുക്കും. അങ്ങനെ വീണ്ടും അദ്ദേഹം ബ്ലോ ചെയ്യും. ആ ബ്ലോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ഒരു ട്രംപറ്റിൻ്റെ ഉള്ളിലൂടെ ആ ഒരു സോറിനുള്ളിലൂടെ എല്ലാ റൂഹുകളും പുറത്തേക്ക് പോകും. അങ്ങനെ റൂഹുകളൊക്കെ ഈ ബോഡിയിലേക്ക്, അതായത് ഒറിജിനൽ ഷേപ്പിലേക്ക് എത്തിയിട്ടുള്ള ബോഡിയിലേക്ക് എല്ലാ സോൾസും ഓരോന്ന് അനുസരിച്ച് മാച്ചായിട്ട്, സുബ്ഹാനല്ലാഹ്, എന്താ പറയുക, അതിമഹത്തായ സംഭവമാണല്ലോ നടക്കുന്നത്. എല്ലാ ശരീരങ്ങളിലേക്കും അതിൻ്റെ യഥാർത്ഥ റൂഹുകൾ എത്തുകയും അല്ലാഹു സുബ്ഹാനഹു വതആല അവരൊക്കെ വീണ്ടും റിസറക്റ്റ് ചെയ്യുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ആ കൂട്ടത്തിലുള്ള ആളുകളാണ് കേട്ടോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വഇദൻ നുഫൂസു സുവ്വിജത്. നമ്മൾ കേട്ടിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് സംഭവിപ്പിക്കുന്നത്, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ സമയത്താണ് ഭൂമി ഭയങ്കരമായിട്ട് അതിശക്തമായിട്ട് പ്രകമ്പനം കൊള്ളുന്നത്. സുബ്ഹാനല്ലാഹ്. എല്ലാ ആളുകളും ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സിറ്റുവേഷൻ, എന്തേ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സൂറത്തിൻ്റെ വേർച്യൂസ് ആദ്യം അത് നോക്കിയിട്ട് നമുക്ക് എന്താണ് പറയാം, എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു സൂറത്ത് നമ്മളിലേക്ക് എത്തിച്ചത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഒന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സുബ്ഹി നമസ്കരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിലും സൂറത്തുൽ സൽസലയാണ് പാരായണം ചെയ്തിട്ടുണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ
അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അതായത് നമ്മൾ ഈ സൂറത്ത് വളരെ ഇരുത്തി ആത്മാർത്ഥമായിട്ട് നമ്മൾ അർത്ഥമൊക്കെ മനസ്സിലാക്കി പാരായണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി മരണഭയം വരും. നമ്മളുടെ കർമ്മങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് ചെയ്യാൻ ശ്രമിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം അതുകൊണ്ടാണ് ഈ സൂറക്ക് അത്രയും പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. അതുപോലെ തന്നെ വേറൊരു ഹദീസിൽ പറയുന്നുണ്ട്, അതൊരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഞാൻ ഏത് സൂറത്താണ് ഹിഫ്ളാക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വലിയ വലിയ സൂറകൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെക്കൊണ്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെയും കുറച്ചു. അങ്ങനെ എന്താണ് പറയുക, 100 ആയത്തിലുള്ള സൂറത്തുകൾ എന്ന് പറഞ്ഞു. പിന്നെയും കുറച്ചു. അങ്ങനെ എന്താണ് പറയുക, ഹാമീം എന്ന് പറഞ്ഞു, ഹാമീം സൂറത്തുകൾ എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും ആ ഒരു വ്യക്തിക്ക് ഓക്കെ ആകുന്നില്ല. എന്നിട്ട് അവസാനം നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ നിങ്ങൾ സൂറത്തുൽ സൽസല ഹൃദ്യസ്ഥമാക്കിക്കോളൂ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ് വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് സൂറത്തുൽ സൽസല. മറ്റൊരു ഹദീസിൽ അത് ദഈഫാണ്, എന്നാലും പറയുന്നുണ്ട് ഖുർആൻ്റെ പകുതി എന്താണ് ഈ ഒരു സൂറയാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ഖുർആൻ പകുതി ഓതിയതിൻ്റെ റിവാർഡ് നമുക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട്. അല്ലാഹു അഅലം. അത് അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ സംശയമുള്ളതായത് കൊണ്ട് നമ്മളത് എടുക്കേണ്ടതില്ല. എന്നാലും അങ്ങനെ ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ വേർച്യു അല്ലെങ്കിൽ ഈ ഒരു സൂറത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. ഇനി നമുക്ക് ചെറുതായിട്ട് ചെറിയ കണക്ഷൻ, അതായത് വളരെ കുറേ ഡീപ്പായിട്ടൊന്നും പറയാനില്ല. ഇൻഷാ നമ്മൾ വഴിയെ സൂറത്തിലൂടെ തന്നെ നമുക്ക് ആ കണക്ഷൻസ് മനസ്സിലാക്കാൻ പറ്റും. ഇതിനു മുമ്പുള്ള സൂറത്ത് ഏതാണ്? സൂറത്തുൽ ബയ്യിന. സുബ്ഹാനല്ലാഹ്. ബയ്യിന എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് പറയുക, പ്രൊഫൗണ്ട് ആയിട്ടുള്ള അർത്ഥമാണ്. പക്ഷേ നമ്മൾ അതിലേക്ക് വരുമ്പോൾ അതൊക്കെ പഠിക്കും കേട്ടോ. അപ്പോൾ ബയ്യിനയും സൂറത്തുൽ സൽസലയും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സൂറത്തുൽ ബയ്യിന അവസാനിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിയുടെയും അതുപോലെ തന്നെ സത്യവിശ്വാസിയുടെയും അവസാനം എന്താണെന്ന് പറയുന്നത്. ഉലൈക ഖൈറുൽ ബരിയ, അതുപോലെ തന്നെ ഉലൈക ഷർറുൽ ബരിയ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബയ്യിനയിലൂടെ പറയുന്നുണ്ട്. അവിടെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ, അതായത് ചീത്ത ആളുകൾക്ക്, ഷർറ് ചെയ്ത ആളുകൾക്ക് നരകവും, ഖൈർ ചെയ്ത ആളുകൾക്ക് എന്താണ്, റളിയല്ലാഹു അൻഹും വറദു അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബഹ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ സൂറയിലൂടെ ഡെസ്റ്റിനേഷൻ പറയുന്നത്. എന്നാൽ സൂറത്തുൽ സൽസലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനത്തിൽ എന്താ പറഞ്ഞത്? ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. അപ്പം ആരാണ് മണിത്തൂക്കം നന്മ ചെയ്തോ അവർക്കത് കാണും എന്ന് പറഞ്ഞതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബയ്യിനയിലൂടെ പറഞ്ഞത്. സ്വർഗം കാണും. ആരൊരു അണുമണിത്തൂക്കം തിന്മ ചെയ്തുവോ അതും അവൻ കാണും. അതെവിടെയാണ്? നരകത്തിലൂടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പിന്നെ മറ്റൊരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ്, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളുടെ ആഖിറ ലൈഫിൻ്റെ തുടക്കമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറത്തിലൂടെ പറഞ്ഞത്. എന്നാൽ സൂറത്തുൽ ബയ്യിനയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ അവസാനം എങ്ങനെ ആയിരിക്കും, അതായത് ആഖിറത്തിൽ നമ്മുടെ അവസാനം എങ്ങനെ ആയിരിക്കും, അവസാനം എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻറ്റ് ഡേക്ക് ശേഷം, അതായത് ഖിയാമത്ത് നാൾ കഴിഞ്ഞ് വിധി ഒക്കെ നിർണയിച്ചതിന് ശേഷം നമ്മുടെ അന്ത്യം എന്തായിരിക്കും, സ്വർഗമാണോ നരകമാണോ എന്ന സൂറത്തുൽ ബയ്യിനയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സൂറത്തായിട്ടുള്ള കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഇനി എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറത്ത് നമ്മളിലേക്ക് അയച്ചിട്ടുള്ളത്? ഇതൊരു സബബായിട്ടല്ല പറഞ്ഞത്. അതായത് അന്നത്തെ കാലത്ത് സത്യനിഷേധികളാകട്ടെ അല്ലെങ്കിൽ ബഹുദൈവ ആരാധകരാകട്ടെ, അവർക്കൊക്കെ മനസ്സിലുണ്ടായിരുന്ന 3 ചോദ്യങ്ങളുണ്ടായിരുന്നു, 3 ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. അവരൊക്കെ ചിന്തിക്കുന്ന ഒന്നാമത്തേത് പറഞ്ഞാൽ, ഈ ലോകമൊക്കെ എങ്ങനെ നശിച്ചു പോവാം? ഇതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടല്ലോ, എങ്ങനെ ഇതൊക്കെ നശിച്ചു പോകാം? നമ്മൾ സൂറത്തുൽ കഹ്ഫിൽ ആ ഒരു എന്താണ് 2 തോട്ടുള്ള ആൾ പറയുന്നില്ല, ഇതൊന്നും ഒരിക്കലും നശിച്ചു പോകും എന്ന് ഞാൻ കരുതുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ സത്യനിഷേധികൾ ഇവിടെ പറഞ്ഞതാണ്, എങ്ങനെ ഈ ലോകം അവസാനിച്ചു പോവുക, അതെങ്ങനെ സംഭവിക്കും എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് അവരുടെ സംശയം എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഓരോരുത്തരുടെയും ഓരോ സെക്കൻഡ് ഡീഡ്സും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവരുടെ സംശയം, എങ്ങനെ ഓരോന്നും ഒരു ഇത്തിരി പോലും വിടാണ്ട് എങ്ങനെ എഴുതി വെക്കാം എന്നുള്ളതായി അവരുടെ രണ്ടാമത്തെ സംശയം. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമുക്കത് കുറച്ചും കൂടി ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ലേ. ഒരു ക്യാമറ ഉള്ളതുകൊണ്ട് ക്യാമറ എല്ലാതും ഒപ്പിയെടുക്കും. ആ ക്യാമറയുടെ കണ്ണ് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ അതെല്ലാതും അത് ഒപ്പിയെടുക്കും അല്ലേ. സുബ്ഹാനല്ലാഹ്. മൂന്നാമതായിട്ട് ഇവർക്ക് എന്താണ് പറയുക,
ഇവർ വിശ്വസിക്കുന്നുണ്ട് അള്ളാഹുവിൽ, പക്ഷെ അള്ളാഹുവിൻ്റെ കൂടെ പങ്ക് ചേർക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരുടെ മനസ്സിലെന്താണ്, ഈ പങ്ക് ചേർത്തിട്ടുള്ള ആളുകൾ അള്ളാഹുവായിട്ട് കുറച്ചും കൂടെ ക്ലോസറാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ആളുകൾ അള്ളാഹുവിനോട് സംസാരിക്കും, അങ്ങനെ ഷഫാഅത്ത് കിട്ടും. അതുകൊണ്ട് തന്നെ എന്തായാലും അവസാനം നല്ലത് തന്നെ ആയിരിക്കും എന്നുള്ളൊരു ചിന്താഗതിയാണ് സത്യനിഷേധികൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്താണ് പറയുക, ക്ലാരിഫൈ ചെയ്യണം ഈ ഒരു സൂറത്തിലൂടെ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്ക് സൂറത്തിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ. ഭൂമി പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ അതിൻ്റെ ഭയങ്കരമായ ആ പ്രകമ്പനം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതാ എന്നുള്ള വാക്കിനെ കുറിച്ച് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഇതാ എന്നുള്ളത് നമുക്കറിയാം എന്തെങ്കിലും ഭാവിയിൽ വരാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ എന്ന് ഉപയോഗിക്കുക. ഇത് എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും നടന്ന് കഴിഞ്ഞിട്ടുള്ള സംഭവത്തിനെ കുറിക്കാനാണ്, എന്തായാലും ഓർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഉസ്കുറു, നിങ്ങൾ ഓർക്കുവിൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ, റിമൈൻഡ് ചെയ്യുക, നമ്മൾ മറന്നു പോയിട്ടുള്ള ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ അല്ലെങ്കിൽ ഇത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇത് എന്നുള്ളത് ഇദ് ഖാല റബ്ബുക ലിൽ മലായികത്ത്, അല്ലേ, മലായികത്തുകളോട് റബ്ബ് പറഞ്ഞ സംഭവം നിങ്ങൾ ഓർക്കുവിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇവിടെ ഇദാ എന്ന് പറഞ്ഞാൽ അതായത് ഭൂമി പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ അതിനെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു പ്രകമ്പനം നിങ്ങൾ ഓർക്കുവിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മളടുത്ത് റിമൈൻഡ് ചെയ്യണം. അപ്പോൾ അതാണ് ഇദാ എന്നുള്ള വാക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതാ എന്താണ് പറയുക, വെൻ എന്നുള്ള അർത്ഥം, അതായത് ഇംഗ്ലീഷിൽ വെൻ, അതായത് സംഭവിക്കപ്പെടുമ്പോൾ എന്നുള്ള അർത്ഥം കാണിക്കുന്നതാണ്. നമ്മൾ ഇഫ് എന്ന ഇംഗ്ലീഷിൽ പറഞ്ഞത് ലൈക്ക് മേ ബി സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കില്ല. പക്ഷെ വെൻ ഇതാ എന്നുള്ള വാക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും അത് സംഭവിക്കും, റിയാലിറ്റി ആണ്, അത് വരാൻ പോകുന്ന ഒരു റിയാലിറ്റി ആണ് എന്ന് കാണിക്കാനും കൂടെ ഈ ഇതാ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ഫോർ ഷുവർ ഇറ്റ് ഒക്കേഴ്സ് എന്നുള്ള അർത്ഥത്തിലാണ് ഇതാ. സുബ്ഹാനല്ലാഹ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ വാക്ക് എന്താണ്, സുൽസിലത്തിൽ അർദ്, അല്ലെ. സുൽസില നമുക്കറിയാം അതിൻ്റെ വാക്ക്, അതിൻ്റെ റൂട്ട് ലെറ്റർ എന്ന് പറയുമ്പം അതായത് സല്ല എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ടു സ്ലിപ്പ് എന്നുള്ള അർത്ഥമാണ്. അതായത് നമ്മൾ ഫഅസല്ലഹുമ ഷൈത്താൻ എന്ന് കേട്ടിട്ടുണ്ടാകും. അതായത് ഷൈത്താന് നമ്മളുടെ ആദം അലൈഹി ഇസ്ലാമിനെയും ഹവ്വാ ബീവിനെയും സ്ലിപ്പാക്കി, അല്ലേ, അതായത് തെറ്റ് ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ അതുപോലെ തന്നെ സല്ല എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് ചെയ്യുക, സ്ട്രിപ്പ് ചെയ്യുക എന്നുള്ള അർത്ഥം. അപ്പോൾ ഇവിടെ സല്ല, അതായത് സല എന്ന് പറയുമ്പം അതായത് വീണ്ടും സ്ട്രിപ്പ് ചെയ്ത്, അതായത് വീണ്ടും എന്താണ് എഴുന്നേറ്റ് വീണ്ടും സ്ലിപ്പ് ചെയ്ത്, അങ്ങനത്തെ ഒരു അർത്ഥമാണ് വരുന്നത്. അത് നമുക്കറിയാം, ഭൂമിക്കുലുക്കം വരുമ്പോൾ നമ്മളൊന്ന് എഴുന്നേറ്റിട്ട് പിന്നെയും വീണോ, അല്ലേ, പിന്നെ എഴുന്നേറ്റാൽ പിന്നെയും വീണോ, ആ ഒരു അർത്ഥമാണ് സത്യം പറഞ്ഞാൽ അവിടെ വരുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ശരിക്കും നിൽക്കാൻ പറ്റില്ല, അവർ വീണ്ടും വീണ്ടും വീണുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇന്ന സൽസലത്തസ്സാഅത്തി ഷൈഉൻ അദീം. തീർച്ചയായിട്ടും ആ ഒരു അവസാന സാഅത്തിൻ്റെ ആ ഒരു സൽസല, ആ ഒരു പ്രകമ്പനം എന്ന് പറഞ്ഞാൽ ഷൈഉൻ അദീം, അതിമഹത്തായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വതറന്നാസ സുകാറ വമാ ഹും ബിസുകാറ. അതായത് ആളുകൾ എന്താണ് പറയുക, ഡ്രങ്കൺ സ്റ്റേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ യഥാർത്ഥത്തിൽ അവർ കുടിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഇവിടെ സൽസൽ എന്നുള്ള വാക്കിന് സത്യം പറഞ്ഞാൽ സുൽസിലത്ത് എന്നുള്ളത് പാസീവ് ടെൻസ് ആണ്. അതായത് സൽസല എന്നുള്ളതാണ് ആക്റ്റീവ് ഫോം. അതായത് എന്താണ്, അള്ളാഹു ഭൂമിയെ പ്രകമ്പനം കൊള്ളിപ്പിച്ചു എന്ന് പറയാം. പക്ഷെ ഇവിടെ എന്താണ്, സുൽസിലത്തിൽ അർദ്, അള്ളാഹു ഇവിടെ ഉപയോഗിക്കുന്നത് പാസീവ് ടെൻസ് ആണ്. അതായത് ഈ ഒരു ആക്ഷന് അള്ളാഹുന് വളരെ ഈസി ആയിട്ട് ചെയ്യാം എന്ന് കാണിക്കാനാണ് ഈ ഒരു പാസീവ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എന്തിനെയാണ് പ്രകമ്പനം കൊള്ളിപ്പിക്കുന്നത് അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ആരാണ് കൊള്ളിപ്പിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഓഫ് കോഴ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്തിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രകമ്പനം കൊള്ളിപ്പിക്കുന്നത്? മുഴുവൻ ഭൂമിയെയും, അതായത് ഭൂമിയുടെ ഒരു ചെറിയ ഭാഗമൊന്നുമല്ല, കംപ്ലീറ്റ് അൽ അർദിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
എന്ത് ചെയ്യിപ്പിക്കുന്നത്, ഈ ഒരു ഷേക്കിങ് ചെയ്യിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ഒരു വയലൻറ്റ് ഷേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ കൂടെ ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ ഷേക്കിംഗ് ആണ് കേട്ടോ. അതായത് നമുക്കറിയാം ഭൂമികുലുക്കം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് നിൽക്കുന്നത്. ഏറ്റവും ഹയസ്റ്റ് എന്നാണ് ഇപ്പോഴും രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമികുലുക്കം എന്ന് പറഞ്ഞാൽ വെറും 10 മിനിറ്റാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഈ ഒരു സൽസലത്ത് സാഅ, അതായത് ഈ ഒരു സാഅത്തിൻ്റെ അതല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് ഡേൻ്റെ സൽസല എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് നമുക്കത് ഇമാജിൻ കൂടെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റിപ്പീറ്റഡ് എന്നാണ് വേർഷൻ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. ജല വയലൻ്റ് ആണ്, റിപ്പീറ്റിംഗ് ആണ്, കണ്ടിന്യൂസ് ആണ്. സുബ്ഹാനല്ലാഹ്. പിന്നെയും അവിടെ നമ്മൾ സുൽസിലത്തിൽ അർദു സിൽസാലഹ, വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്, സിൽസാലഹ. 2 പ്രാവശ്യം ഈ ഒരു വാക്ക് റിപ്പീറ്റഡ് ആയി വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എന്താണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഫ്ഊൽ മുത്ലഖ് എന്നുള്ള ഗ്രാമറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ദർബത്തുഹു ദർബ, ഞാൻ അവനെ ഒരു അടി കൊണ്ട് വലിയൊരു അടി കൊടുത്തു. അതായത് ഭയങ്കര ശക്തമായിട്ടില്ലെങ്കിൽ അതിനെ എംഫസൈസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുക ഗ്രാമറിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പ്രകമ്പനം ഭയങ്കര പ്രകമ്പനമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പ്രാവശ്യം ഈ ഒരു സാലാം റിപ്പീറ്റഡ് ആക്കി പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതിനുശേഷം എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും സിൽസാല ഹാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്, എഗെയിൻ ഭൂമിനെയാണ്. അപ്പോൾ 2 പ്രാവശ്യം ഭൂമിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ എന്താണ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പറയുന്ന അതിന് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക, ഈ ഒരു എന്താണ് പറയുക എർത്തുക്കേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രകമ്പനം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് എവിടെയും നടന്നിട്ടില്ല എന്ന് കാണിക്കാൻ പോകുന്നു. ഒരിക്കലും ഇതുപോലത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല. അൺകമ്പയറബിൾ ആണ്. ഒന്നായിട്ട് നമുക്ക് എന്താണ് താരതമ്യം ചെയ്തിട്ട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സൽസലയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇത് യൂണീക്കാണ്, നമ്മൾക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ഈ ഒരു സൽസല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. പിന്നെ അടുത്തതായിട്ട് പറഞ്ഞെന്താന്ന് വെച്ചാൽ എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഭൂമി ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് അത്, ഒരു ദിവസം മുഴുവനായിട്ടും ഷേക്ക് ചെയ്യപ്പെടുകയും അതായത് ഭൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ മുഴുവനായിട്ടും മാറ്റും എന്നുള്ളൊരു പ്രോമിസ് അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രോമിസ് അത് ഫുൾഫിൽ ചെയ്തത് കൊണ്ടാണ് ഇറ്റ് ഫുൾഫിൽഡ് ഇറ്റ്സ് പ്രോമിസ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രകമ്പനം അത് ചെയ്തു എന്ന് കാണിക്കുന്നതിനാണ് സിൽസാലഹ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അല്ലാഹു അലം. എന്തായാലും ഈ ഒരു എന്താണ് നമുക്കറിയാം, നോർമൽ എർത്ത് കേക്ക് എന്ന് പറയുമ്പം അത് പിന്നീട് എന്താണ് കുറച്ച് കാലങ്ങൾ കൊണ്ട് അതൊക്കെ റിക്കവറായി പോകും. പക്ഷേ ഈ ഒരു എർത്ത് കേക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും റിക്കവർ ആകില്ല, ഇറീപ്ലേസബിൾ ഡാമേജ് ആണ്. അതായത് ഈ ഒരു ലാൻഡ് പിന്നീട് ഒരിക്കലും തിരിച്ചു വരികയില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ഭൂമിൻ്റെ എന്താണ് ഡെസ്റ്റിനി അല്ലെങ്കിൽ ഭൂമിൻ്റെ ഒരു എന്താണ് ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അത് ഷേക്ക് ചെയ്യപ്പെടണം എന്നാണ് ഭൂമിൻ്റെ അവസാന ടാസ്ക്. ഇപ്പം നമ്മളൊരു മറ്റേ പടക്കം ഒക്കെ പറയാം, പടക്കം എന്താണ് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അത് കത്തിക്കപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ അവസാനം അത് കത്തിക്കപ്പെടണം എന്നുള്ളതാണ് എന്ത് ഭൂമി നമ്മളുടെ ആ ഒരു പടക്കത്തിൻ്റെ ഡെസ്റ്റിനി. അതുപോലെ ഭൂമിയുടെ ഡെസ്റ്റിനി എന്താണ്, അവസാനം അത് എന്താകണം, പ്രകമ്പനം കൊള്ളണം എന്നുള്ളതാണ് ഭൂമിൻ്റെ ഡെസ്റ്റിനി. അതുകൊണ്ടാണ് ഭൂമി അതിൻ്റെ പേർപ്പസ് ഫുൾഫിൽ ചെയ്തു എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മളെല്ലാവരും ഒരു യാത്ര പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡെസ്റ്റിനി എന്താണ്, നമുക്ക് സ്വർഗത്തിലേക്ക് പോകണം എന്നാണ്. അവിടെ എത്തിയാലാണ് നമ്മളുടെ ഇത് ഫുൾഫിൽ ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ ഭൂമി അത് പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ മാത്രമാണ് എന്ത് അതിൻ്റെ ഡ്യൂട്ടി അത് കംപ്ലീറ്റ്ലി ചെയ്ത് തീർക്കുകയുള്ളൂ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്കൊരു ചെറിയൊരു ഭാഗം തന്നെ കുലുങ്ങുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ മുഴുവൻ ഭൂമിയും ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി എങ്ങനെ ആയിരിക്കും ആ ഒരു ഷേക്കിങ്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അതുപോലെ തന്നെ നമ്മൾ വസ്വസ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടല്ലേ. വസ്വസ ഷെയ്ത്താൻ എന്താണ്, വന്ന് മറയും അല്ലേ. അതുപോലെ തന്നെ ജൽസൽ എന്നുള്ള വാക്കും ഷേക്ക് സ്റ്റോപ്പ് എന്നുള്ള അർത്ഥമാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല
എന്താണ് ഈ ഒരു ദിവസം ആളുകൾ എന്തായിരിക്കും ഈ ഒരു എർത്ത് ക്വേക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഈ അൺഇമാജിനബിൾ ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പോൾ ആളുകളൊക്കെ ആകെ പേടിച്ച് ഓടിയായിരിക്കും അല്ലേ. അപ്പോൾ ഒരു ഉമ്മ അതിൻ്റെ കുട്ടിക്ക് എന്താണ് പാൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ ഇട്ടിട്ട് പോകും. അതല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഒട്ടകം എന്തായിക്കോട്ടെ അതൊക്കെ ആ പ്രഗ്നൻസി അവിടെ തന്നെ എന്താണ് പറയുക ഡ്രോപ്പ് ചെയ്തിട്ട് പോകും. അങ്ങനെ ആളുകൾ ആകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. സുബ്ഹാനല്ലാഹ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ വളരെ അദീമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് യൗമ തർജുഫു റാജിഫ യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രകമ്പനമൊക്കെ കൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് എന്താണ് പറയുക ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ റബ്ബിൽ ആലമീൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്താണ് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഭൂമി അതിമഹത്തായിട്ടുള്ള പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ ആ പ്രകമ്പനം അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള പ്രകമ്പനം ഭൂമിക്ക് എന്തിനെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിനെ എന്തിനെയാണോ നിശ്ചയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഭൂമിക്ക് എന്താണ് അതിൻ്റെ ഡെസ്റ്റിനി അതത് ചെയ്യപ്പെട്ടാൽ സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.